അബുദാബിയിൽ പോകുന്ന വഴിക്ക് നിസ്കരിക്കാൻ നല്ലൊരു പള്ളിയും ഭക്ഷണക്കാരും ഹോട്ടലും ഒരു പക്കാലയൊക്കെ ഉണ്ട്. ഇവിടെ കയറാത്തവർ ചുരുക്കമായിരിക്കും അല്ലെ. അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ. ദുബായി പോയി വരിക. എയർപോർട്ടിൽ മാമ ഉംറക്ക് പോവാണ്. ഞാൻ ജോലി എടുക്കുന്ന വീട്ടില് അറബി മാമ ഉംറക്ക് പോവാ. സാധാരണ 2 മാസം കൂടുമ്പോൾ 2 പ്രാവശ്യമൊക്കെ അവർ പോവും. അവര് മൊത്തം കൂടുമ്പോൾ അവര് മാമയുടെ 2 ബ്രദറേഴ്സ്, 2 അവരുടെ ഭാര്യമാര്, മാമയുടെ അനിയത്തിയായിട്ട് 2-3 ടീമൊക്കെ ദുബൈയിൽ വന്ന് നിൽക്കുമ്പോൾ 2 ടീമിനോട് ഞാൻ പോവുകയും ചെയ്യും. അങ്ങനെ വന്ന് പ്രതീക്ഷിക്കാത്തൊരു ഓട്ടമായിരുന്നു ദുബൈക്ക്. മറ്റും മുൻകൂട്ടി പറയലുണ്ട്, ഇത് പറഞ്ഞിട്ടൊന്നുമില്ല. പെട്ടെന്ന് റെഡി ആയതുകൊണ്ട് വണ്ടിത്ത് പോയി. ഇവരെ ഷഹാമ വന്നത് പെട്ടി സാധനമൊക്കെ ദുബൈ എയർപോർട്ട് ടെർമിനൽ 3 അവിടെ ഇറക്കി. മാമ ഇറങ്ങിയപ്പോൾ മാമയുടെ ഒരു ആങ്ങളെ പറഞ്ഞ വണ്ടി ശരിക്കും ലോക്കാക്കുക. മാമ എന്ത് ചെയ്ത് ഡോറ തുറന്നിട്ട് മറ്റേ സ്വിച്ച് ഇളക്കിയും ഒക്കെ സംശയം കുടുങ്ങി. പക്ഷെ മാമ നിൽക്കലും ഞാൻ ബാക്ക് ഡോർ അടക്കലും കഴിഞ്ഞു. പിന്നെ ഡോർ നോക്കുമ്പോൾ വണ്ടി തുറക്കണില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ആ അവസ്ഥകൾ. അങ്ങനെ ആരെങ്കിലും ദുബായ് എയർപോർട്ടിലെ ടെർമിനലിന്റെ മുന്നിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ലോക്കായ ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് പറയും. അതിൽ കാരണം എന്താ വെച്ചാൽ ഞാൻ പോലീസിനെ വിളിച്ച്, അവിടെ മൂത്ത ബ്രദർ പോയിട്ട് പോലീസിനെ വിളിച്ചു കൊടുക്കുന്നു. ഞാൻ മൂപ്പരിനോട് പറഞ്ഞു ഫൈൻ എനിക്ക് എടുക്കട്ടെ, എവിടെ നിർത്തിക്കണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് നമ്പർ എടുത്തിരുന്നു. അപ്പൊ ഫൈനാണോ? പക്ഷെ അപ്പൊ തന്നെ ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ചോന്ന വണ്ടി ക്രൈനൊക്കെ ആയിട്ട് വന്ന പാകിസ്ഥാനി ബസ്സിലാന്നറിയില്ല ഒന്ന് വണ്ടി സൈഡാക്കി പ്രഷർ അടിക്കണ സാധനം അണ്ടർ ഡോറിന്റെ അടയിൽ കണ്ട് വെച്ചിട്ട് അടയറടിച്ച് തുറന്ന് ചാവി 105 ദിർഹംസ്. മാമയുടെ ബ്രദറും ഉമ്രക്കും 100 റുപ്യ തന്നിട്ടുണ്ട്. ആ 100 റുപ്യ ഞാൻ അവർക്ക് കൊടുത്തു. 5 റുപ്യ കൂടുതലും കൊടുത്തു. അങ്ങനെ ഒരവസ്ഥ ഉണ്ടായി. പക്ഷെ എന്റെ മൊബൈലും വണ്ടിയും ചാവിയും പൈസൊക്കെ വണ്ടിയിലായിരുന്നു. പിന്നെ പോലീസുകാരുടെ ആ വണ്ടിയിലെ ഒന്നിനും ഊരി എടുക്കാനൊന്നും കഴിഞ്ഞില്ല. പോലീസുകാരുടെ നല്ല ഡീസന്റ്, നല്ല പെരുമാറ്റമായിരുന്നു. പകർമക്കല്ല പോലീസുകാർ സൂപ്പർ, നല്ല പെരുമാറ്റം. ഇനി ഫൈന് വന്നിക്കണോ ഇല്ലെന്ന് ഞായറാഴ്ച ആളാ, നാളൊക്കെ അറിയാമെന്ന് വിചാരിക്കണം. അങ്ങനെ ഫൈന് കിട്ടുമോ ഇല്ല എന്നുകൊണ്ട് അറിയിട്ടിട്ടുണ്ടെങ്കിൽ അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇനി ഇവിടെ നിന്നങ്ങണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ചാവി വണ്ടി വെക്കുന്ന പ്രശ്നമില്ല, പോക്കറ്റ് ഇടുക.